ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് എമ്പുരാൻ. പഞ്ച് അത് ഇന്നലെ കിട്ടി, ശരിക്കുള്ള പഞ്ച്. ടീസറിന്റെ അപ്പുറത്ത് അല്ലേ, അവരൊറ്റ പേര് പറയുന്നതിൽ മാത്രം എന്താണ് ലാലേട്ടൻ സാധാരണ പോലെ വന്നിരുന്നിട്ട് സാധാരണ നമ്മളോട് സംസാരിക്കുന്നു. പെട്ടെന്നൊരു ചേഞ്ചാ, ഡെവിളായി മാറിയിട്ട് എമ്പുരാൻ എന്ന് പറയുന്നൊരു സാധനം. അമ്പോ ആ ഒരൊറ്റ ആ പറച്ചില് തന്നെ ഉണ്ട് ആ വീഡിയോന്റെ ഫുൾ പവർ. അതെ, അതായത് എക്സൈറ്റ്മെന്റ് കുറച്ചുകൂടെ കൂടാൻ കാരണം ആള് ഇതിന്റെ രണ്ടാം ഭാഗം മാത്രം കണ്ടാൽ പോരാ, അതിന്റെ മൂന്നാം ഭാഗം കാണണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് എടുത്തു പറഞ്ഞപ്പോഴാണ്. പിന്നെ അതിന്റെ ലാസ്റ്റിലുള്ള സംഭവം കൂടി, അതായത് 3ലേക്കുള്ള ഒരു ലീഡ് അതും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ട് പ്രേക്ഷകരിങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ സിനിമ മാർച്ച് 27 റിലീസിന് എത്തുക എന്നുള്ളത് ഒരു സംശയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? വൻ പരിപാടികളൊക്കെയാണ്. അതായത് പണിമുടക്കുണ്ട്, സിനിമ മേഖലയിൽ പണിമുടക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാർച്ച് 27 സൂചനാ പണിമുടക്ക് വരും എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. അതായത് ജൂണിലായിരുന്നു ഇവര് പ്ലാൻ ചെയ്തിരുന്ന ഈ സ്ട്രൈക്ക്. അതെ, പക്ഷെ അത് നീട്ടി വെച്ചിട്ടുണ്ട്, അല്ല മുന്നോട്ടാക്കിയിട്ടുണ്ട്. എന്തിനാ? അതായത് കൊള്ളന്റെ അടുത്ത് കൊണ്ടാലേ ശരിയാവുള്ളൂ എന്നുള്ളത് ഇവർക്ക് അറിയാം. പണ്ടുള്ള ആൾക്കാർ പറയില്ലേ, മാങ്ങ ഉള്ള കമ്പിന് എറിയണം, അതെ, അല്ലാണ്ട് വെറുതെ ഏതെങ്കിലും കമ്പിന് എറിഞ്ഞിട്ട് മാങ്ങ കിട്ടൂലല്ലോ. അതുള്ളത് നോക്കിയിട്ട് തന്നെ എറിയണം. അത് കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കായിരുന്നു. അതെ, റിലീസും കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു. എന്തായാലും ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ മലയാള സിനിമ കടന്നു പോകുന്നത്. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ഭാഗത്ത്, പിന്നെ സ്റ്റാറുകളെല്ലാം മറ്റൊരു ഭാഗത്ത്. ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ അപ്പോൾ അതിൻ്റെ പേരിൽ ആന്റണി പെരുമ്പാവൂർ ഒരു വലിയ പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഫേസ്ബുക്കിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോസ്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഈ സൂചനാ പണിമുടക്ക് പോലെ ഒരു സംഭവം വന്നത് കൊണ്ട്, അതായത് അതങ്ങ് കൺഫേം ചെയ്ത് വന്നിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ ചില ന്യൂസുകളെ വന്നിട്ടുള്ളൂ. അത് ഇല്ല എന്നും തള്ളിപ്പറഞ്ഞ് മറ്റു സ്ഥലങ്ങളിൽ പലരും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്കിലും ഈ ഒരു സൂചന വന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ആന്റണി പെരുമ്പാവൂർ ഇട്ട പോസ്റ്റ് ആള് റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് അവരുടെ മീറ്റിംഗിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ. എന്തായാലും ആളത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോ കൊള്ളന്റെ അടുത്ത് കൊണ്ടു എന്നുള്ളത് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. എന്തായാലും ഇത് ഷെയർ ചെയ്ത പൃഥ്വിരാജ് ഉണ്ട്. പൃഥ്വിരാജ് നല്ല ട്രോളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിട്ടുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ നന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക പാവം. പക്ഷെ എന്തിനാ എന്നുള്ളത് നമുക്കൊരു ചോദ്യം. അതാണ് ഒരു ഐഡിയ ഇല്ലാത്തത്, എന്തിനാ അങ്ങേരെ കിടന്ന് ട്രോളുന്നതെന്ന്. അതെ, എന്തായാലും ആ ഒരു പോസ്റ്റ് എന്തായാലും ആന്റണി പെരുമ്പാവൂർ നോക്കിയിട്ടുണ്ട്. നല്ല കാര്യം എന്ന് കരുതാം. പിന്നെ കാരണം അവര് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. നല്ല രീതിയിൽ തന്നെ പോകുക എന്നുള്ളത് തന്നെയാണല്ലോ ശരി. പിന്നെ അല്ലാതെ ഇടഞ്ഞു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പറയേണ്ടത് പറഞ്ഞും ചെയ്തു, കൊള്ളേണ്ട അടുത്ത് കൊണ്ടും ചെയ്തു, കാര്യം നടന്നും ചെയ്തു. നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ ഉദ്ദേശിച്ച ആൾക്ക് മനസ്സിലാകണം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും വേണമെന്നൊന്നുമില്ല. മനസ്സിലായിട്ടും പിന്നെ അത് വെച്ചുകൊടുക്കേണ്ട കാര്യം അതാണ്. അത് നിലപാട് മാറ്റൊന്നല്ല. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അപ്പം അടുത്ത് കളഞ്ഞേക്കുക. അതെ, അത് നല്ല ഗുണം ചെയ്യുമെങ്കിൽ, അതിന് അതിൻ്റെതായ കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. എന്തായാലും അത് സംഭവിച്ചു. ഓക്കെ, എന്തായാലും സൂചനാ പണിമുടക്ക് 27-ാം തീയതി ഉണ്ടാകും എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രോൾ വീഡിയോ ലൂസി എഡിറ്റ്സ് ബോയ് ചെയ്തിട്ടുണ്ട്. ലൂസി ബോയ് എഡിറ്റ്സ് ആൾ ചെയ്തിട്ടുണ്ട്. ലൂസി ബോയ് എഡിറ്റ്സ്, ശരിയാ. ഓക്കെ, എന്തായാലും ആ വീഡിയോ കാണാം. സിനിമാ സമരവും തർക്കവും പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. എമ്പുരാൻ സിനിമയ്ക്ക് തിരിച്ചടിയാകുന്ന നീക്കവുമായി ഫിലിം ചേംബർ രംഗത്ത് വന്നിരിക്കുന്നു. മാർച്ച് 25 മുതലുള്ള റിലീസുകൾക്ക് കരാർ ഒപ്പിടുന്നതിന് അനുവാദം വാങ്ങണമെന്ന് ഫിയോക് ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾക്ക് ചേംബർ കത്ത് നൽകി. മാർച്ച് 27-ന് എമ്പുരാന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കെയാണ് നടപടി. 27-ന് സൂചനാ പണിമുടക്ക് നടത്താനാണ് നീക്കം.
ആന്റണി പെരുമ്പാവൂരുമായി ഫിലിം ചേംബർ വിശദീകരണം ചോദിച്ചടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു അനുമതി പത്രം കൂടി വാങ്ങണമെന്ന് ഫിലിം ചേംബർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ആന്റണി പെരുമ്പാവൂരിനെ ലക്ഷ്യമിട്ട് ഉള്ള ഒരു നടപടിയാകാനും സാധ്യതയുണ്ട്. മോഹൻലാലിന്റെ എമ്പുരാന് തിരിച്ചടിയാകുന്ന നീക്കങ്ങൾക്ക് സംഘടനകൾ തുടക്കമിട്ടതോടെ തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക്. രാജാവ് വരുമ്പോ സൂചനാ പണിമുടക്ക് നല്ല എതിർപ്പുകൾ ഉണ്ടാവും. മാർച്ച് 27 പ്രഖ്യാപിക്കാനിരിക്കെ റിലീസ് തടസ്സപ്പെടുത്തിയുള്ള പണിമുടക്കിന് കൂട്ടുനിൽക്കില്ലെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. സിനിമ റിലീസ് അത് കഴിഞ്ഞ് തന്നെ ശരിക്കും ഞാനൊന്ന് കാണുന്നത് എല്ലാ കണക്കുകളാണ്. കണക്കുകളൊക്കെ കുറച്ച് കൂടുതലുണ്ട് തീർക്കാൻ സമയമാവുന്നുണ്ട്. ആ സമയമാണത് മാർച്ച് 27 തന്നെ റിലീസിനെത്തും. അവര് പറയുന്നത് അങ്ങനെയാണ്. അവരങ്ങനത്തെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല, അതൊരിക്കലും അങ്ങനെ ചെയ്യൂല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇതിനു മുൻപേ നമ്മുടെ മരക്കാറില്ലേ, മരക്കാർ ഇറങ്ങുന്ന സമയത്തും ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ചില ചർച്ചകളിലൂടെ വിട്ടുകൊടുത്തതിൻ്റെ പേരിലാണ് അന്ന് റിലീസ് നടത്തിയത് സിനിമ മരക്കാർ. ആണോ? ആ, ഓർമ്മയില്ല കേട്ടോ. അന്ന് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞാനങ്ങനെ ഓർക്കുന്നു സംഭവം. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമകൾക്ക് തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ കൊടുക്കാനുള്ള ഇത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് പറയാൻ പറ്റൂല. അതും എല്ലാ ലാലേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും എല്ലാം കൂട്ടത്തിലുള്ള തന്നെ. അതാ കൂട്ടത്തിലിരുന്നിട്ടാണ് പണി കൊടുക്കുന്നതെന്നൊക്കെ പറയില്ലേ, അമ്മര് ടീമുകളാണ്. അല്ലേ, ഇന്നലെ ഈ ന്യൂസ് കണ്ടപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തോന്നിയ കാര്യം എന്താ അറിയോ, ഇവര് റിവ്യൂവേഴ്സ് അവർ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവർ സിനിമ കണ്ട് അവരുടെ അഭിപ്രായം പറയുമ്പോൾ സിനിമയെ മൊത്തത്തിൽ ആ സിനിമാ മേഖലയെ മൊത്തം തകർക്കാൻ ശ്രമിക്കുന്നേ എന്ന് പറഞ്ഞ് കരയാറാണ് അവരുള്ളത്. അതെ. മറ്റൊന്ന്, ഈ സിനിമയിൽ നിങ്ങൾ കാണുന്ന സ്റ്റാറുകൾ മാത്രമല്ല, അതിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കിടെയൊക്കെ ജീവിതം, അവരുടെയൊക്കെ ഫാമിലി എന്തൊക്കെയാണ് പറയാറെന്നറിയോ. അതായത് ഒരു ചായ കൊടുക്കുന്നവർക്ക് പോലും പിന്നെ ഒരു ജീവിതം ഉണ്ട് ആ സിനിമയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഇമോഷണലിയൊക്കെ നമ്മുടെ നെഞ്ചത്തേക്ക് കയറും. ഇപ്പോൾ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചു. എന്തായാലും സൂചനാ പണിമുടക്കിൻ്റെ കാര്യം പോട്ടെ, അതിനുശേഷം സ്ട്രൈക്ക് ഉണ്ടല്ലോ. അതായത് ഒരു എമ്പുരാൻ മാത്രമല്ലല്ലോ, മറ്റു സിനിമകൾക്കും പ്രശ്നമുണ്ടല്ലോ. പിന്നെ എല്ലാ സിനിമകൾക്കും ആ സിനിമകളിൽ പ്രവർത്തിക്കുന്നവർക്കൊന്നും കുടുംബമല്ല, ജോലിൻ്റെ പ്രശ്നമല്ല, അവർക്ക് അവരെ തകർക്കാൻ നോക്കുന്നതിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല. അതും എന്തെന്നാ വളർത്തുന്ന അച്ഛൻ തന്നെ ഭക്ഷണം കൊടുക്കാണ്ടിരിക്കാന്ന് പറഞ്ഞ അവസ്ഥയാണ്. അത് പ്രൊഡ്യൂസർമാർ തന്നെയാണല്ലോ ഈ സംഭവമൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവരുടെ കീഴിൽ പണിയെടുക്കുന്ന, അപ്പൊ അത്രയും കുടുംബങ്ങൾക്ക് പട്ടിണിയായിരിക്കും, അവർക്ക് ഫുഡ് കഴിക്കണം, അല്ലെ അവരുടെ ഫാമിലി ജീവിക്കുന്നത് സിനിമ കൊണ്ടാണെന്ന് പറയുന്ന ഈ പ്രൊഡ്യൂസേഴ്സും സിനിമാ താരങ്ങളും ഒക്കെയാണ് ഇത് മനസ്സിലാക്കേണ്ട കാര്യം. ഇവര് തന്നെ ഇത് സ്ട്രൈക്ക് കൊടുക്കുന്നു. ശരിക്കും ഇവരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. പിന്നെ സിനിമയെ നശിപ്പിക്കുന്ന ശരിക്കും ആരാ? ഇവരല്ലേ. ഒരു റിവ്യൂ പറയുന്ന ഒരാൾ അവർക്ക് മോശം സിനിമയായിട്ട് അനുഭവപ്പെട്ടിട്ട് അവരതിന്റെ കാര്യം പറയാം, അത് അവരുടെ മാത്രം അഭിപ്രായമാണ്. സിനിമ കാണുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സിനിമ മോശമാണോ അല്ലയോ. ഈ റിവ്യൂ കാണുന്നത് പ്രേക്ഷകരാണ്. അതെ, തീർച്ചയായിട്ടും. ഒരാൾ അഭിപ്രായം പറഞ്ഞു വന്നിരുന്നിട്ട് ആ അഭിപ്രായം റീച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ജനങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഒരാളുടെ അഭിപ്രായം മാത്രമേ നിൽക്കുന്നുള്ളൂ അവിടെ. അതിന് ഉദാഹരണമാണ് ഈ അടുത്തിറങ്ങിയ കുറെ സിനിമകൾ. തീർച്ചയായും മറ്റേ റിവ്യൂവേഴ്സ് ഒക്കെ പക്ക പോസിറ്റീവ് പറഞ്ഞ സിനിമകൾ തിയേറ്ററിൽ ഒരു മനുഷ്യനില്ല. ആ സമയത്ത് നെഗറ്റീവ് പറഞ്ഞ സിനിമകൾ തിയേറ്ററിൽ വൻ കളക്ഷനോട് ഓടുന്നു. ഞാൻ പറഞ്ഞത് അറിയോ, അതായത് നമ്മളിപ്പോൾ ഒരു റിവ്യൂ പറയുന്നു, ആ റിവ്യൂ കാണണം എന്നുള്ളത് പോലും ജനങ്ങളാ തീരുമാനിക്കും. എല്ലാവർക്കും ഒരേ റീച്ച് അല്ലല്ലോ, നല്ലൊരു റിവ്യൂ ഇടുന്നവരുണ്ട്. അപ്പോൾ ഒരാളുടെ അഭിപ്രായം ശരിയാണ് അല്ലെങ്കിൽ ഇവരുടേത് കേൾക്കാമെന്ന് തോന്നുന്നത് മാത്രമേ ജനങ്ങൾ എടുക്കുന്നുള്ളൂ. അതും ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് അല്ലേ, റിവ്യൂ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താ, ഇവർ ഒരു കൂട്ടം ആൾക്കാർ ഒരു സിനിമയുടെ മൊത്തം, ഒറ്റ സിനിമയല്ല, ആ സിനിമ ഒരു മേഖല, ഒരു ഇൻഡസ്ട്രി തന്നെ അങ്ങ് നിശ്ചലാക്കുകയാണ്. അതിന് ജനങ്ങൾ തീരുമാനിക്കൊന്നും വേണ്ട, അവർ തന്നെ തീരുമാനിച്ചാൽ മതി, ആ കൂട്ടം ആൾക്കാർ. അപ്പോൾ ശരിക്ക് സിനിമയുടെ വിപത്ത് ആരാണ്? റിവ്യൂവേഴ്സാണോ? ഒരിക്കലും അല്ല. സിനിമയെ നശിപ്പിക്കുന്ന സിനിമയുടെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ, അല്ലാണ്ട് പുറത്തുനിന്ന് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരല്ല സിനിമയെ നശിപ്പിക്കുന്നത്. ഇനി ഇതിനെ മറ്റൊരു ഭാഗത്തിൽ പറയാം നമുക്ക്. അതായത് നല്ല സിനിമയ്ക്ക് വേണ്ടി, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ ഇറങ്ങുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയാം. ചിലരൊക്കെ അങ്ങനെ ബാധിച്ചേക്കാം. നല്ല കാര്യങ്ങളായിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ അത് മാറാനും പോകുന്നില്ല. അതൊരിക്കലും മാറാൻ കാര്യമല്ല. വേണമെങ്കിൽ ടാക്സിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി
ഇങ്ങനെ സ്ട്രൈക്ക് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ന്യായമുണ്ട് നേരത്തെ. പക്ഷെ അപ്പോഴും അത് സർക്കാർ അവിടുന്ന് അംഗീകരിച്ച് കൊടുക്കണം. അത് മറ്റൊരു വിഷയം. അതിനേക്കാൾ അപ്പുറത്ത് പറയാനുള്ളത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂസൊക്കെ. അതിൽ അന്ന് ആ വിഷയം പറയുമ്പോൾ, അതായത് ഇപ്പോൾ 2025 ഇറങ്ങിയ ഒരു സിനിമയും നല്ല രീതിയിൽ വിജയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു രേഖാചിത്രം മാത്രമാണ് വിജയമായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത്. അന്ന് തിയേറ്ററിൽ പൊന്മാനും മറ്റു പല സിനിമകളും കളിച്ചുകൊണ്ടിരിക്കും, നല്ല സിനിമകൾ. അതെ, ആ സിനിമയിൽ പ്രവർത്തിച്ചവർക്കൊന്നും കുടുംബമില്ല, അവർക്ക് പൈസൻ്റെ വിഷയമല്ല, അവരുടെ സിനിമ തകർക്കാൻ നോക്കുന്നത് റിവ്യൂവേഴ്സ് മാത്രമാണ്, ഇവരൊന്നുമല്ല. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തന്നെ പറയുന്നു ഇറങ്ങിയ സിനിമകളൊന്നും വിജയിക്കുന്നില്ല, നല്ലതല്ല, കൊള്ളൂല എന്നാ. ആ സമയത്ത് രേഖാചിത്രം മാത്രം ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ബാക്കി നല്ല സിനിമകളാണ്. ഈ പൊന്മാൻ നല്ല സിനിമയായിരുന്നു, അങ്ങനെ കുറച്ച് സിനിമകൾ. ഈ സിനിമകൾക്കൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ അത് ഇവര് പ്രൊഡ്യൂസേഴ്സ് തന്നെ ഇത് മോശം പറയുന്നു. ആ സിനിമയ്ക്ക് പിന്നെ എന്തിനു കാരണം? അത്രേ ഉള്ളൂ. പ്രേക്ഷകർ ചിന്തിക്കുന്ന അത്രേ ഉള്ളൂ. ഇവരുടെ ഉദ്ദേശശുദ്ധി ഒന്ന് ചിന്തിക്കണം. അതായത് സിനിമ മോശമാകുമ്പോൾ റിവ്യൂവേഴ്സിന്റെ തലയിലിടുന്നവർ ഈ സിനിമ ഇൻഡസ്ട്രി നന്നായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നല്ല, അവർക്ക് പേഴ്സണലി അവരുടെ കാര്യത്തിൽ പ്രശ്നം വരുന്നത് മാത്രമാണ്. അല്ലാതെ ഇവരാരും സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കണം, എല്ലാവരും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് കരുതിയിട്ട് നിൽക്കുന്നവരേ അല്ല. പണ്ടാരോ പറഞ്ഞല്ലേ, സിനിമേനെ ഉദ്ധരിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. പോക്കറ്റിലേക്ക് പൈസ തരണം, അത് വരുന്നില്ല. അതിന് കുറവ് വരുമ്പോൾ അവർക്ക് സ്ട്രൈക്ക് നടത്താം, അവർ പ്രശ്നം ഉണ്ടാക്കാം. അപ്പൊ അവരുടെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഫാമിലി ഇല്ല, അവരവരുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ലാത്ത സമയത്ത് ശരിയാണ്, നെഗറ്റീവ് പറഞ്ഞു. അവരുടെ ഫാമിലി, എത്ര ഫാമിലി ജീവിക്കുന്ന ഒരു സിനിമയും കൊണ്ട് എന്താണ് എന്തൊക്കെയാണെന്നറിയോ? അവരുടെയൊക്കെ EMI വരെ അവർ പോയി അടച്ചു കൊടുക്കും. പിന്നെ ഭയങ്കര ഇതിന്റെ ഇടയ്ക്ക് ഈ ചർച്ചേന്റെ ഇടയ്ക്ക് ഈ മറ്റേ പ്രസ് മീറ്റിന്റെ ഇടയ്ക്ക് ഒരു പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, ഈ ഒരു സാലറി മേടിക്കുന്നു 1 ലക്ഷം, 1 കോടി ഫസ്റ്റത്തെ സിനിമയ്ക്ക്. അതങ്ങ് ഹിറ്റ് ആവുന്നു, അടുത്തതിന് 5 കോടി, പിന്നെ 10 കോടി. പിന്നെ ഇയാൾ ഒരു 5 സിനിമ അടുപ്പിച്ച് പൊട്ടിക്കഴിഞ്ഞ് ഇയാൾ ശമ്പളം കുറയ്ക്കുമെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ സാമാന്യം ബോധമുള്ള ഒരാൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. 5 സിനിമ പൊട്ടിയ ആളുടെ അടുത്തേക്ക് ഈ പ്രൊഡ്യൂസർ എന്തിനു പോകണം ചോദ്യമാണ്. ഇനി മറ്റൊന്ന്, ഭയങ്കര ഹെവി പൈസ വാങ്ങുന്ന ഒരു നടൻ, ആ നടനെ തന്നെ വേണം എന്തത്ര നിർബന്ധം? ഈ നടന്മാരൊക്കെ എങ്ങനെ വളർന്നു വന്നത്? ഇപ്പോൾ ഫസ്റ്റത്തെ സിനിമക്ക് 1 കോടി വാങ്ങുന്നു, അടുത്ത സിനിമക്ക് വിജയിക്കുമ്പോൾ 2 കോടി ആക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ഫസ്റ്റ് സിനിമ ആള് ചെയ്തതിൽ ഒരു എവിടുന്ന് വന്നാടെ ചെയ്തത് എന്നുള്ളത് ചിന്തിച്ചു നോക്ക്. എവിടുന്നോ ഓടി വന്ന് കഷ്ടപ്പെട്ട് തന്നെ നേടിയെടുത്തല്ലേ അവരത്. പിന്നെ അപ്പോൾ അന്ന് ആരും ഇവർക്ക് ഇത്ര കൊടുക്കാൻ തയ്യാറായിരുന്നില്ലല്ലോ. അപ്പോൾ ആ നടൻ്റെ കഴിവ് ഒന്ന്, പിന്നെ അവരെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അതിനുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ വേറെ സിനിമ ചെയ്യും. പിന്നല്ലാണ്ട് ഈ ഒരു അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, 5 സിനിമ ഒരുമിച്ച് പരാജയപ്പെട്ട ഇയാൾ ശമ്പളം കുറയ്ക്കുമെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യോ? 5 സിനിമയൊക്കെ ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് പൊട്ടി കഴിഞ്ഞിട്ട് പിന്നെ അയാളെ കൊണ്ട് ഈ 10 കോടിയും കൊടുത്ത് ആരെങ്കിലും സിനിമ എടുപ്പിക്കുമോ? അതായത് അവർക്കറിയാം അതിനുള്ള വാല്യൂ ആ നടനുണ്ട്, അതുകൊണ്ട് തന്നെ കൊടുക്കാൻ തയ്യാറാവുന്നത്. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ അവരെ വെച്ച് സിനിമ ചെയ്യേണ്ട, അത്രയല്ലേ ഉള്ള പ്രശ്നം. അടുത്ത ആളുണ്ടല്ലോ. ഈ ഇപ്പൊ നിൽക്കുന്ന ഈ വലിയ സാലറി വാങ്ങുന്ന ആൾക്കാർ മാത്രം സിനിമയിൽ അഭിനയിച്ചാൽ മതി ഒരു നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവർക്കൊരു കാലം കഴിയും, എല്ലാ കാലവും മാറി വരും, വേറെ നടന്മാർ വരും, നടിമാർ വരും. അന്ന് ഈ സിനിമ ഒന്നും ഇല്ലാതാവില്ലല്ലോ. ഇവർ നിന്നാൽ മാത്രമേ സിനിമ നന്നാവുള്ളൂ, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ എന്നുള്ളതൊന്നുമില്ലല്ലോ. ഇത് ഇവരുടെ കുഴപ്പം തന്നെയാ, പ്രൊഡ്യൂസേഴ്സിന്റെ കുഴപ്പം തന്നെയാണ്. പുതിയ ആൾക്കാരെ പറ്റൂല, ഈ ഹൈ സാലറി മേടിക്കുന്ന ആളെ തന്നെ വെച്ചിട്ട് ചെയ്യുള്ളൂ. അതെ, അവരാണെങ്കിൽ ക്യാഷ് കുറച്ചും കൊടുക്കൂല. അവർക്ക് അവരുടേതായ വാല്യൂ അവർക്കറിയാം. പിന്നെ അവർക്ക് ആ പൈസ കിട്ടും, അവർക്കറിയാം അവർക്ക് ആ പൈസക്കുള്ള മൂല്യം ഉണ്ടെന്ന്. അതുകൊണ്ട് അവർ പൈസ ചോദിക്കുന്നു. അത് കൊടുക്കാൻ പറ്റൂലെങ്കിൽ അടുത്ത ആളെ വിളിക്കുക. ഇനി ആ വിമർശനത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. അതായത് മലയാള സിനിമയില് ഒരേ സാലറി വെച്ചിട്ടൊന്നല്ല ആരും സിനിമ ചെയ്യുന്നത്. ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാലും ആരും ഇവർ ഓരോ സിനിമക്ക് ഓരോ റേറ്റാണ്. അല്ലാണ്ട് ഒരു സിനിമയ്ക്ക് അവര് ചെയ്യുന്ന സിനിമയുടെ വലിപ്പവും അത് എത്രമാത്രം വലുതാണ് അതൊക്കെ നോക്കിയിട്ടാണ് അവര് സാലറി ഫിക്സ് ചെയ്യുന്നത്. അത് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്ത പ്രൊഡ്യൂസർ ആണെങ്കിൽ അവരെ മാറ്റി അടുത്ത ആളെ വെക്കണം എന്ന്. അവരെ കിട്ടില്ല, അത്രേ ഉള്ളൂ. ഇനി അതല്ലാത്ത സിനിമകൾ, അതായത് അതേ പ്രൊഡ്യൂസറും അതേ സംവിധായകനും ഈ സിനിമ കൊടുക്കുന്ന രീതി, അപ്പോൾ എന്താ ഹൈ ബഡ്ജറ്റ് സിനിമ അല്ലാതെ നല്ല മൂല്യമുള്ള സിനിമകളുമായിട്ട് വരുമ്പോൾ ഇവർ നല്ല സാലറി കുറച്ച് കൊടുക്കാറുണ്ടല്ലോ. പിന്നെ പൈസ ഒന്നും വാങ്ങാതെ
അഭിനയിച്ചതും ഉണ്ടല്ലോ ചരിത്രത്തിൽ. എടുത്ത് നോക്കിയാൽ മതി. അതായത് എന്താ മമ്മൂക്കയും മോഹൻലാലും ഒക്കെ സാലറി വാങ്ങാതെ സിനിമ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തിന് ഇപ്പൊ ഈ അടുത്ത് തന്നെ ഈ കണ്ണപ്പ സിനിമയുടെ പ്രൊഡ്യൂസർ അയാള് ആ നടൻ തന്നെ പറഞ്ഞു ലാലേട്ടൻ വന്ന് ചെയ്ത് 10 പൈസ മേടിച്ചിട്ടില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ലാലേട്ടൻ തന്നെ എടുത്തിട്ട് വന്ന് ചെയ്തിട്ട് പോയതാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട സമയത്ത് അവർ ചെയ്യുന്നുണ്ട്. ഇതല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞ് അത് ഇവർക്ക് സ്ഥിരമുള്ളത് തന്നെയാണ്. ഈ കുറച്ച് കാലം കഴിയുമ്പോൾ ഇനി അടുത്ത ഈ ഒരു സ്ട്രൈക്കൊക്കെ ഒന്ന് മാറി നോക്കിയാൽ കഴിയുമ്പോൾ ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അപ്പം ഇത് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയാം. സ്ട്രൈക്ക് പ്രഖ്യാപിച്ചും ചെയ്തു. അതിൻ്റെ കാര്യത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വലിയ മരത്തിൽ കയറിയിട്ട് കുലുക്കണം എങ്കിലേ അത് വീഴുള്ളൂ എന്നറിയാം. എന്തെങ്കിലും ഒന്ന് താഴെ വീഴണല്ലോ. അപ്പോൾ ഇവർ താഴെ പോവില്ല. ഇതിനോടൊരു കാര്യം ഉണ്ടായി, സ്ട്രൈക്ക് കൊണ്ട് കാര്യമുണ്ടായി എന്നുള്ളൊരു, അതായത് വിജയം കിട്ടി എന്ന് പറയാൻ ഇവർക്ക് പറ്റും. അതിനുള്ളൊരു ശ്രമം അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കണ്ടറിയാം. എന്താണെങ്കിലും എമ്പുരാൻ 27 തന്നെ എത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയിട്ടുള്ള സംഭവം. അതിന് ഒരു മാറ്റമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അത് നമ്മൾ 27 നമ്മൾ എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. ബാക്കി അവരെന്താ വെച്ചാൽ അവരുടെ വഴി അവർ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.